ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അവൻ റൗണ്ട് കാണിക്കാൻ പറ്റിയില്ല. ഇനി അവൻ നമുക്കെടുത്തു തന്നത് എൻ്റെ റെക്കോർഡൊന്ന് കട്ടായിപ്പോയി. നമുക്കെടുത്തു തന്ന ഡെസേർട്ടിക്കളായിരുന്നു ഗൈസ്. കോടയാക്കിയിട്ട് കയറി ചെല്ലുമായിരുന്നു ഗൈസ്. നമ്മളപ്പുറത്ത് അവൻ മനപ്പുറത്തുനിന്ന് വരുന്ന കണ്ടപ്പോഴത്തേക്കും ഇപ്പുറത്തെ ഇങ്ങോട്ട് വരിഞ്ഞിട്ട് നെയ്ഡറിയാന്ന് വെച്ചിരി നെയ്ഡറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ ഇങ്ങോട്ട് നെയ്ഡറിഞ്ഞു ഗൈസ്. നമ്മളപ്പോൾ പൊക്കത്തു കൂടെ കയറി അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൻ നമ്മളെ അടിക്കാൻ നോക്കുന്നു. എനിക്കിട്ട് അടി കയറിയില്ല ഇതുവരെ. ഞാൻ അവനെ തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു ഗൈസ്. ഇലമ്പഴി മൊത്തം തപ്പിയിട്ട് അവനെ കാണുന്നില്ല. അവസാനം അവൻ എനിക്കിട്ട് അടിച്ചു. ഞാനാണെങ്കിൽ കോടയിട്ട് കയറി ചെല്ലുമായിരുന്നു. അവൻ അപ്പുറത്തെ സൈഡിലോട്ടും കൂടെ പോയി. ഞാൻ അവൻ എങ്ങനെയും കുത്തിപ്പിടിച്ച് അടിച്ചിടാൻ നോക്കുമ്പോഴത്തേക്കും അവൻ എനിക്കിട്ടടിച്ച്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ അതേ പൊസിഷനിൽ വന്ന് നിൽക്കുവാണ് ഗൈസ്. അവൻ അപ്പുറത്തുനിന്ന് ചാടുന്നതാണ്. നമ്മൾ നേരെ കയറി അടിക്കാൻ നോക്കിയത്. നമുക്കിട്ടും അവനടിയാതെ നമ്മൾ അവനിട്ടും അടിച്ച്. ഈ റൗണ്ട് നമ്മൾ മൂഞ്ചി പോയിട്ടുണ്ട് ഗൈസ്. അവൻ മുഖം കാണിക്കുന്നു ഗൈസ്, മുഖം കാണിക്കുന്നു. നമുക്ക് റിവെഞ്ച് വേണം. റിവെഞ്ച്, ഇറ്റ്സ് റിവെഞ്ച് ടൈം. ഞാനാണെങ്കിൽ പൊട്ടാസൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കോടയുടെ പവർ ലോഡിങ്ങാകുന്നുണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ ഇവിടെ വന്ന് കോടയുടെ എബിലിറ്റി ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ അവൻ ഇപ്പുറം വഴി റഷ് ചെയ്തു ചാടി ഒരു 115 എടുത്ത് തിരിഞ്ഞൊരു അടി കൂടെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഗൈസ് 2-3 അതുകൊണ്ട് കോടയുടെ എബിലിറ്റി വന്നിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയും അടിച്ചിടണം എന്നും പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. അവൻ അപ്പുറം വഴി കയറി വരുന്നുണ്ട്.